അസ്സലാമു അലൈക്കും. ഞാനിന്ന് ഗോതമ്പ് നുറുക്ക് കൊണ്ട് നല്ല അടിപൊളി ഒരു ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. വളരെ ഹെൽത്തിയും വളരെ ടേസ്റ്റുമുള്ള ഉപ്പുമാവാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. വളരെ ഹെൽത്തിയായ നല്ല ഗുണമേന്മയുള്ളതാണ് ഗോതമ്പ് നുറുക്ക്. എല്ലാവർക്കും ഏത് രോഗമുള്ളവർക്കും കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ചെറിയ നുറുക്ക്, നമ്മൾ സൂചി ഗോതമ്പായാലും അതുപോലെ സാധാ ഗോതമ്പ് നുറുക്കായാലും ഇതുകൊണ്ട് നമുക്ക് വെള്ളത്തിലിട്ട് കുതിർത്തേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് അല്ലാതെ തന്നെ നമുക്ക് ഇത് കൊണ്ട് ഉണ്ടാക്കുക. ഇതിലേക്ക് വേണ്ട ചേരുവകൾ: ഒരു വലിയ ഉള്ളി, ഒരു ക്യാരറ്റ്, പച്ചമുളക് വലുതൊന്ന് അല്ലെങ്കിൽ ചെറുത് രണ്ടെണ്ണം, ഇത് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം വഴറ്റിയതിന് ശേഷമാണ് നമ്മൾ ഇത് വേവിച്ചെടുക്കുന്നത്. നമുക്ക് സാധാ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിലേറെ വളരെ ടേസ്റ്റാണ് ഇത് കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കുന്നുണ്ട്. നമുക്ക് എത്ര കഴിച്ചാലും മടുപ്പ് തോന്നൂല ഗോതമ്പ് നുറുക്കിനോട്. നമ്മളെ ഗോതമ്പൊക്കെ നമുക്ക് കുറേ ഒന്നും കഴിക്കാൻ തോന്നൂലല്ലോ, കുറച്ച് കഴിക്കുമ്പോഴത്തേന് തന്നെ മടുപ്പ് തോന്നും. അപ്പോൾ അതില്ലാതിരിക്കും ഇത് ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ. നമ്മൾ ഒരു കുക്കറൊക്കെ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അത് ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് വെളിച്ചെണ്ണ ഒഴിക്കാവുന്നതാണ്. ആവശ്യത്തിനൊക്കെ വെളിച്ചെണ്ണ വേണം, എന്നാലുള്ളൂ അത് രുചി ഉണ്ടാവുക. അതുപോലെ അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചാലും മതി കേട്ടോ, രണ്ടും പറ്റും. നെയ്യ് ഒഴിച്ചാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അതിലേക്ക് ഞാൻ കുറച്ച് കടുക് പൊട്ടിച്ചിട്ട് വെക്കുകയാണ്. കടുക് പൊട്ടിയതിന് ശേഷം ഉണക്കമുളക് ഇട്ട് കൊടുക്കണം. കടുകൊക്കെ പൊട്ടി കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകും കറിവേപ്പിലൊക്കെ ഇട്ട് നമ്മളതിലേക്ക് ഇനി അരിഞ്ഞു വെച്ച വലിയ ഉള്ളി, ക്യാരറ്റ്, പച്ചമുളക് എല്ലാ ചേരുവകളും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ലതുപോലെ അതിലൊന്ന് വഴറ്റിയെടുക്കണം. ഉണക്കമുളക് ഒരു 4 എണ്ണം 5 എണ്ണം, ഞാൻ ആകെ ഒരു 250 ഗോതമ്പ് നുറുക്ക് കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു 4 ഉണക്കമുളക്. എരിവ് ആവശ്യമില്ലാത്തവർ എല്ലാ മുളകുകളും കുറച്ച് ഇതിന് ശേഷം അവനവന് ആവശ്യമുള്ള അത്ര മുളകെടുത്താൽ മതി. ഞങ്ങൾക്കിപ്പോൾ അത്യാവശ്യം എരിവൊക്കെ വേണം, അപ്പോൾ നമുക്കൊരു നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതൊന്ന് വഴറ്റിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് വെള്ളമൊഴിച്ച് ഗോതമ്പ് നുറുക്ക് വേവിച്ചെടുക്കുന്നത്. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ വേവ് ആയതിന് ശേഷം ഉപ്പിട്ടാൽ അതിൽ പിടിച്ചില്ല. അപ്പോൾ ഇപ്പം തന്നെ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. നമ്മൾ ഈ ഷുഗർ ഉള്ളവർക്കൊക്കെ എന്നും ഗോതമ്പ് കഴിക്കണമല്ലോ. അപ്പോൾ ഈ ഷുഗർ ഉള്ളവർക്കൊക്കെ ഇങ്ങനെ നമ്മൾ വെറൈറ്റിയൊക്കെ ആയിങ്ങാണ്ട് ഉണ്ടാക്കി കൊടുത്താൽ അത് വളരെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമുക്ക് കഴിക്കുമ്പോൾ തന്നെ വീണ്ടും വീണ്ടും കഴിക്കണം തോന്നും, അത്ര രുചിയുണ്ട് ഇങ്ങനെ വെച്ചാൽ. അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ ഈ ഷുഗറൊക്കെ ഉള്ളവർ അങ്ങനെ ഗോതമ്പൊക്കെ വെച്ച് കൊടുക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ വേറെ വെറൈറ്റീസൊക്കെ ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. ക്യാരറ്റ് ഉള്ളി എല്ലാം വാടി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഈ കപ്പിന് ഏകദേശം ഒരു കപ്പ് ഗോതമ്പാണ് എടുത്തത്. അപ്പോൾ അതിനൊരു കപ്പ് തന്നെ വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ, ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിന് ഒരു 3/4 കപ്പിലേറെ, ഏകദേശം ഒരു കപ്പിൻ്റെ അടുത്ത് ഗോതമ്പ് നുറുക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനൊരു കപ്പ് വെള്ളം ഒഴിച്ചും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പൊക്കെ നമ്മൾ വെള്ളം ഏകദേശം ഇതിൻ്റെ മേലെ ഇങ്ങനെ നിൽക്കണം. നല്ല വെന്തലിയേണ്ടവർക്ക് വെള്ളം കൂട്ടേണ്ടതാണ്. ഞാനൊരു പാകത്ത് വേവാവുന്ന ഉപ്പുമാവിനാണ് ഇതിന് വെള്ളം. ഉപ്പ് നോക്കുക ആവശ്യത്തിന്. ഉപ്പ് കുറവാ തോന്നിയുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഒരു വിസിൽ വന്നിട്ട് കുറച്ച് സമയം സിമ്മിലിട്ട് കൊടുക്കണം കേട്ടോ. കുക്കറൊക്കെ ഒരു വിസിൽ വന്ന് കുറച്ച് സമയം ഒരു 5 മിനിറ്റൊക്കെ എന്തായാലും ഞാൻ സിമ്മിലിട്ട് കൊടുത്തിട്ടുണ്ടാവും. അതിലേറെ അല്ലാതെ കുറയില്ല, 5-8 മിനിറ്റൊക്കെ വേണ്ടി വരും. അപ്പോൾ നമ്മൾ സിമ്മിലിട്ട് വേവിച്ചെടുത്തതിന് ശേഷം ഇത് നല്ല മൂടിയൊക്കെ തുറന്ന് നോക്കുകയാണ്. അപ്പോൾ നല്ലതുപോലെ വേവായിട്ടുണ്ട്, വെള്ളം നല്ലതുപോലെ വറ്റിയിട്ടുണ്ട് കേട്ടോ. കറക്റ്റ്
കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഉപ്പുമാവൊക്കെ കണ്ടോ, കുക്കറിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. വെള്ളമൊക്കെ കറക്റ്റ് വറ്റി നല്ലതുപോലെയായി കിട്ടിയിട്ടുണ്ട്. കുക്കറിലല്ലാതെയാണ് ഇത് വേവിച്ചെടുക്കുന്നതെങ്കിൽ വെള്ളം ഒരുപാട് ഒഴിച്ച് കൊടുക്കേണ്ടി വരും. വെള്ളം വറ്റിപ്പോവും ചെയ്യും, വേഗം പെട്ടെന്ന് വേവില്ല. അപ്പോൾ കുക്കറിലാകുമ്പോൾ നമുക്ക് കറക്റ്റ് നല്ല പോലെ വേവായി കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഉടഞ്ഞ് കലങ്ങിയിട്ടുമില്ല, സെപ്പറേറ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് ചൂടോടെ കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. ഇനി തണുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി വേണമെങ്കിൽ ചൂടാക്കി കൊടുക്കാനും പറ്റും. അപ്പോൾ നമ്മളിതൊരു പ്ലേറ്റിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല ചൂടോടെ തന്നെ സേവ് ചെയ്യാവുന്നതാണ്. ഞാനുണ്ടാക്കിയ ഗോതമ്പ് നുറുക്ക് ഉപ്പുമാവ് നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. നല്ല ഷുഗർ ഉള്ളവർക്കും അല്ലാത്തവർക്കും രാവിലെയും വൈകുന്നേരവും അതുപോലെ രാത്രിയിലും ഒക്കെ എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തിയായ ഒരു ഉപ്പുമാവാണ്. നിങ്ങളെല്ലാവരും ഒരുപോലെ ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അതിൻ്റെ എല്ലാ ഗുണങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.